അവര് പറയുന്നത് ഞാൻ നഗ്നനായിട്ട് എന്റെ യൂറിൻ കാണിച്ചെന്നാണ് പറയുന്നത്. അമ്പട പെരുങ്ങള അപ്പൊ നീയാണ് എന്റെ മോളെ കയറി പിടിക്കാൻ വന്നത്. എല്ലാം തകർത്ത് കളയുന്ന ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് ഒരുപാട് എന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കി അറിയാം. ഒരുപാട് ലേഡി ആങ്കർമാരെ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് മറ്റേ എന്താ പറയാ ഫോൺ നമ്പേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. സുഗതനൊരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു, സുഗതനൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു കോളോ, ഒരു ഓഡിയോ കോളോ, വീഡിയോ കോളോ ചെയ്തിട്ടില്ല. സത്യം ചിലപ്പോ സത്യമായിരിക്കടാ. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. അവര് പറയുന്നത് ഞാൻ നഗ്നനായിട്ട് എന്റെ യൂറിൻ കാണിച്ചെന്നാണ് പറയുന്നത്. അവരെല്ലാം നടന്നിട്ടുണ്ട്. ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. എനിക്കങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്രത്തോളം മറ്റേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നടികർമാരുടെ ഇൻഡസ്ട്രി. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പോലും നമ്മളായിട്ട് ഒരു കുറ്റം പറയാനില്ല. അവരൊക്കെ ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് വീട്ടിൽ കുഴപ്പമില്ല, ആൾക്കാർക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. പക്ഷേ ഈ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരുണ്ടാവുമല്ലോ, നാട്ടുകാരും പിന്നെ നമ്മുടെ കുടുംബ യൂണിറ്റിന്റെ ആൾക്കാരൊക്കെ നമ്മളെ മോശമായിട്ടുള്ള വേഷം തുടങ്ങി. ശരിക്കല്ലേ പറഞ്ഞതുപോലെ മമ്മൂട്ടിനെ ഇപ്പൊ പറഞ്ഞത് കുറ്റല്ലേ? നീ ഏതാടാ നായേ? മമ്മൂക്ക സാറിനെ പറഞ്ഞത് അത് തെറ്റായിപ്പോന്ന് എനിക്ക് പലപ്പോഴും മമ്മൂക്ക സാറിനെ പറഞ്ഞത് അത് തെറ്റായിപ്പോന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അങ്ങനെയല്ല, തപ്പ് ആര് ചെയ്താലും തപ്പ് തന്നെയാണ്. അപ്പോ നമുക്ക് ഇതിൽ പറയാനുള്ളത്, കാരണം നമ്മള് കെട്ടിയിടാൻ പോയിട്ട് നമുക്കൊരു എന്താ പറയാ, ഒരു റിലേഷന് പോലും പെട്ടെന്ന് ഒരു ആൾക്കാർ ഇപ്പൊ വന്നിട്ട് ഞാൻ വരുന്നോ ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത വർഷം നമുക്കൊരു കല്യാണം ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് കിട്ടുമോ എനിക്കറിയില്ല. സുഗതോ, ഇറ്റ് വാസ് എ ജോക്ക്. വെരി ഫൺ. അപ്പൊ എനിക്കൊരു പെണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. അത് മീഡിനെ അറിയിക്കുന്നതായിരിക്കും. മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കുക. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ, ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചനെ.